ഹലോ, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇതിപ്പം പുതിയ വ്ളോഗെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിന്ന് രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. താഴത്തെ ഏരിയയിലെ പാത്രങ്ങളെല്ലാം കഴുകി ഞാൻ മടക്കി വെച്ചു. മുകളിലത്തെ സ്ലാബ്. അപ്പം അതിനുശേഷം ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടോ. ബ്രേക്ക് എടുത്തില്ലെങ്കിൽ ഞാൻ ചത്തുപോവും. എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മഹാമോശമാണ്. കോൾഡൊക്കെ അടിച്ചു നശിഞ്ഞ് നാരായണക്കല്ല് ഇളകിയിരിക്കുവാണേ. കാരണം നല്ല രീതിയിൽ കോൾഡ് അടിച്ചു, മൂക്കൊക്കെ അടഞ്ഞു, സിട്രസീനൊക്കെ കഴിച്ചു, ഉറക്കത്തിൻ്റെ ഉറക്കമായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. 2 ദിവസമൊക്കെ ഞാനിങ്ങനെ എന്താ പറയണത്, സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം സിട്രസീന് സെഡേഷൻ ഉണ്ടല്ലോ. പക്ഷേ ഞാനപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഈ ഒരു ഏരിയ കുറേ നാളായി ഞാൻ നോട്ടം വെച്ചിരിക്കുന്നത്. ഇവിടെ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ട്രേ ഒക്കെ നമ്മൾ കഴുകി വെക്കുന്നുണ്ടെന്നേ, എന്നിരുന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊടിയാവും. ഇവിടെ വരുന്ന പൊടി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ പണിയുടെ പൊടിയാണ്. നമുക്കൊന്നും പറയാനില്ല, അതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ, ഒന്നും പറയുന്നതുമില്ല. അതെന്തായാലും അത് നടക്കുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞതുപോലെ വേറൊരു ബിൽഡിങ്ങും കൂടെ പണിയാൻ പോകുന്നു. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇത് ഒരു വർഷത്തേക്ക് ഇനി നോക്കേ വേണ്ട. നമ്മുടെ തൊട്ട് പുറകിലുള്ളത് ഇപ്പം തീരും, അല്ലാത്തത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവരുടെ പ്ലോട്ടിൽ അവർ പണിയുന്നു, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അങ്ങനെ എൻ്റെ ഈ ചപ്പാത്തിയുടെ പരട്ടണത്തിൽ വരെ നല്ല പൊടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചപ്പാത്തി ചുരുട്ടാൻ വേണ്ടിയിട്ട്, ചപ്പാത്തി പരത്താൻ വേണ്ടി അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ കഴുകി തുടച്ചിട്ടൊക്കെ എടുക്കുന്നത്. എന്നിരുന്നാലും ഈ പുറത്തിങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നത് കാണുമ്പോഴേ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ, ചെറിയൊരു OCD ഉള്ളത് കൊണ്ടിട്ട് പ്രശ്നമാണല്ലോ. ചെറിയ OCDയിലോട്ട് വരുത്തി കേട്ടോ, വലിയ OCD ആയിരുന്നു. ഞാനപ്പം കാര്യം എന്താണെന്ന് പറയാം, ഞാൻ പറഞ്ഞായിരുന്നു ആവർത്തന വിരസത വരുമോ എന്ന് എനിക്കറിയില്ല. ഇപ്രാവശ്യം ഹസ്ബൻഡ് വന്നപ്പോഴേ ഭയങ്കര കൂടുതലായിരുന്നേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ സപ്പോസ് പുള്ളി ഇരിക്കുകയെന്ന് കരുതിക്കോ. അപ്പോൾ പുള്ളി ഇപ്പം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജർ എടുത്തു, ഫോണിൻ്റെ ചാർജർ എടുത്തു. ചാർജർ എടുത്തിട്ട് പുള്ളിക്ക് തോന്നി ഓക്കെ ഈ ചാർജറല്ല, വേറെ പിന്നാണെന്ന് തോന്നിയിട്ട് ആ ചാർജർ തൽക്കാലത്തേക്ക് വെച്ചിട്ട് വേറൊരു പിന്നെടുത്തിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ വെച്ച ചാർജർ ആ ടേബിളിൽ ഇരിക്കുമല്ലേ, അത് മതി എനിക്ക് പ്രശ്നത്തിന്. ഇതായിരുന്നു എൻ്റെ പ്രശ്നം. പിന്നെ പുള്ളിക്കാരൻ ഗ്ലാസ് വെക്കുന്നുണ്ടല്ലോ റീഡ് ചെയ്യുമ്പം, അപ്പോൾ അറിയാണ്ട് ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് പുള്ളി വേറെ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ എനിക്ക് ആ ഗ്ലാസ് അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതുപോലെ തന്നെ ബെഡ്റൂമിലും സൈഡ് ടേബിളിലാണെങ്കിലും ആ വെച്ച പോലെ തന്നെ വെക്കണം. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി വരുമ്പം പുള്ളി എന്നോട് ചൂടാവാൻ തുടങ്ങി. എന്താണിത്, എനിക്ക് മതിയായി, നിനക്ക് എന്താ ഇങ്ങനെ പ്രശ്നം, നിനക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണിങ്ങനെ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊന്നില്ലെന്നുണ്ടെങ്കിൽ നീ മാറ്റി സ്വഭാവം. കാരണം ഇതിപ്പം ഇപ്പം പിള്ളേരും പറഞ്ഞു തുടങ്ങി കേട്ടോ, ഇത്തിരി പ്രശ്നമാണെന്ന്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി നമ്മുടെ OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന സംഭവത്തിൻ്റെ ഒബ്സസീവായിട്ടുള്ളൊരു ലെവലിലോട്ട് എത്തി തുടങ്ങുന്നു. അപ്പോൾ ഇനി കംപ്ലീറ്റ് എൻ്റെ ഫുൾ ഫോം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും, അല്ലെങ്കിൽ ഇവരെന്നിട്ടിട്ട് പോകും. അപ്പോൾ അതിട്ടിട്ട് പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതി എന്തിന് ഈ സ്വഭാവം സ്വന്തമായിട്ട് അങ്ങോട്ട് സെൽഫ് കൺട്രോൾ ചെയ്താൽ പോരെ. അതിൻ്റെ ബേസ് തന്നെ സെൽഫ് കൺട്രോൾ. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അസുഖം ഉള്ളവർ, അതായത് ഇതൊരു എന്താ പറയുക, ഇതൊരു അസുഖം എന്നല്ല ഇതിനെ പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലേ. അതുണ്ടെങ്കിൽ അത് വളരെ ഒപ്പം അവരുടെ നിൽക്കുന്നവർ എനിക്ക് തോന്നുന്നു ഒപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങും കാര്യങ്ങളും വേണ്ടത്. കാരണം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമോ അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്ത പോലെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇതിങ്ങനെ ഇരിക്കുമ്പം. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അതുപോലെ കേട്ടില്ല. അങ്ങനെ പുള്ളിക്കാരൻ ഞാൻ ചെയ്യും, പുള്ളി ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ പിന്നെ ചിലപ്പോൾ അതേ ആ ചാർജർ അന്വേഷിച്ച് വരുമ്പോൾ ആ ചാർജർ അവിടെ കാണില്ല. ഞാൻ അതെവിടെ നിന്നാണോ എടുത്തത് അവിടെ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ആ സ്വഭാവത്തിൽ നിന്ന് സ്വന്തമായിട്ട് തന്നെ മാറി തുടങ്ങി കേട്ടോ. കാരണം അത് ശരിയല്ല. അത് ആണെങ്കിൽ പറയുന്ന പോലെയൊന്നല്ല, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇത്തിരി കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് വളരെ ബോറായിരിക്കും. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊരിക്കലും നമ്മുടെ രീതിക്ക് വഴങ്ങില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതാണല്ലോ നല്ലത്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ക്യാരക്ടർ മാറ്റി കേട്ടോ, കുറച്ചൊക്കെ മാറ്റി. ഒരു 30% ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പ്രശ്നമൊന്നുമില്ല. തമാശയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജ് ആയിരുന്നു സത്യത്തിൽ. അയ്യോ, ഇപ്പം അത് കുറച്ചൊക്കെ മാറിയേണ്ട. അങ്ങനെ ഇപ്പം അത് ഞാൻ പറഞ്ഞു വന്ന വേറൊന്നല്ല, അത് കുറച്ച് കുറഞ്ഞത് കൊണ്ടിട്ട് എനിക്ക് വർക്ക് ഏരിയയുടെയൊക്കെ ഈ ഒരു അവസ്ഥ എനിക്ക് കുറച്ച് താങ്ങാൻ പറ്റി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വയ്യെന്നുണ്ടെങ്കിലും പാരസെറ്റമോൾ കഴിച്ചിട്ട് വന്നിട്ട് ഈ പരിപാടി ഞാൻ ചെയ്തേനെ. കാരണം എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നേനെ. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെ മൈൻഡ് കൺട്രോൾ ചെയ്തു തുടങ്ങി. കുഴപ്പമില്ല, ഇപ്പം വയ്യെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട, സുഖമാവുമ്പോൾ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഒരു സാധനം താളം തെറ്റിയിരുന്നോട്ടെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ
എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് തന്നെ അങ്ങോട്ട് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഈ കൂട്ടി വെക്കുന്ന കണ്ടെയ്നേഴ്സ് ഇല്ലേ, അത് ഈ ചേച്ചി എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ചേച്ചി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതല്ലേ ഇങ്ങനെ കൂട്ടി വെക്കാൻ പാടില്ല, അത് വേറെ ഒന്നല്ല കേട്ടോ. നമ്മുടെ കേർഡിൻ്റെ ടിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, BPA ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ മീൽ പ്ലാൻ ഈ വീക്കിലേക്കുള്ളത് ചെയ്യുവാണെങ്കിൽ, പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കുമ്പോഴാണ് സവാളയും അതേപോലെ തന്നെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാനൊരു വീക്കിലോട്ടുള്ളത് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ടിന്ന് ആവശ്യമാണ്. ഒരു മണ്ടയിലോട്ടുള്ളത് ഒരു ടിന്നിലായിരിക്കാം, അങ്ങനെ ഓരോ ടിന്ന് അപ്പോൾ എനിക്ക് ആവശ്യമാണ്. പുതിയത് നമുക്ക് പുറത്തുനിന്ന് അതിന് വേണ്ടി മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒന്നും വാങ്ങണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഈ റീയൂസബിൾ അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ കളയാറുണ്ട് കേട്ടോ. അത്യാവശ്യമുള്ളത് മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരുപാട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ താഴെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിപ്പം നമുക്ക് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാമെന്നുള്ള നിവൃത്തിയുള്ളൂ. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ സവാളയിലാണെങ്കിൽ ഒരുപാട് സവാളയുടെ തൊലിയും ഈ പറഞ്ഞതുപോലെ എനിക്ക് 2 ദിവസം വയ്യാഴികയുടെ ആണ് കേട്ടോ പ്രശ്നം. 2 ദിവസം വയ്യാഴികയായപ്പോൾ എല്ലാം താളം തെറ്റി. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് ചീത്തയായ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ കളയുവാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ഈ ക്ലീനിങ്ങിൻ്റെ കൂടെ ആ തൊലിയും കൂടെ കളയാമല്ലോ. പൊട്ടറ്റോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ പൊട്ടറ്റോ കറി ഉണ്ടാക്കാമെന്നൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഇപ്പം എന്തെങ്കിലും ലഡു കടന്ന് പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ഉള്ള ഒരു കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ ഇപ്പം ഞാൻ ചിന്തിച്ചു. അങ്ങനത്തെ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തെടുത്തു. അതിൻ്റെ തൊലി ഇപ്പം ആയതുകൊണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ പോണു. ഇനി ക്ലാസ് തുറന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിതെല്ലാം ഒരാഴ്ചയിലേക്കുള്ളതെല്ലാം തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസത്തേക്കുള്ളതൊക്കെ വെജിറ്റബിൾസൊക്കെ ഇരുന്നോളും. പക്ഷേ സവാളയൊക്കെ ഞാനൊരു 1 വീക്കിലേക്കുള്ളതൊക്കെ എടുത്ത് വെക്കും കേട്ടോ. എല്ലാവരും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു പ്ലാൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല, എനിക്ക് കണക്ക് കിട്ടില്ല അത് തന്നെ. അങ്ങനെ അപ്പോൾ അതെല്ലാം ചെയ്തു. ഇനിയിപ്പം അതും ആ കാര്യങ്ങളൊക്കെ അവിടെ വൃത്തിയാക്കുക. പിന്നെ താഴത്തെ ഫ്ലോറൊന്ന് അടിച്ച് തുടയ്ക്കുക. അങ്ങനെ അതാണ് എൻ്റെ ഒരു ഇന്നത്തെ ഒരു പരിപാടി. താഴത്തെ ഭാഗം ക്ലീൻ ചെയ്യാൻ കുറേ നേരം എടുത്തു. താഴത്തെ ആയിരിക്കുന്ന പാത്രങ്ങളൊക്കെ അതിൻ്റെ അകത്തെ പൊടിയൊക്കെ കളഞ്ഞു ആ താഴത്തെ റാക്കിൻ്റെ. എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് റിൻസ് ചെയ്തിട്ട് അത് ഉണക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ വയ്യാതെ ഇരിക്കുന്നതുകൊണ്ടിട്ട് ഞാൻ ഒരു കണക്കിനെ ചെയ്തു. അപ്പോൾ അത് വീഡിയോ എടുത്തിടേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ നാളെ വീഡിയോ പോകണം, എനിക്കൊരു കണ്ടൻറ്റും ഇല്ല. അപ്പം ഞാൻ എന്തോ ചെയ്തു, ഈ ബാക്കിയുള്ള പരിപാടി അങ്ങോട്ട് വീഡിയോ എടുത്തു. അതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. കാരണം ഇനിയിപ്പോൾ ഞാൻ കരുതി ഓൾട്ടർനേറ്റ് ആയിട്ട് ഇടാം എന്ന് കരുതിയിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ കരുതി പറ്റുന്നിടത്തോളം ചെയ്യാമെന്ന് കരുതി. കാരണം ഇത് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും. അപ്പം കാണുന്ന ആളുകളൊക്കെ കാണുന്ന കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്, ഞാൻ കമൻസിന് മറുപടിയും തരാറുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സ്റ്റേ വിത്ത് മീ. അപ്പം നമുക്ക് ഒരുമിച്ച് ഫാമിലി മുന്നോട്ട് പോകാം അല്ലേ. പിന്നെ വന്നിട്ട് ഇതേ കണ്ടില്ല, ഇവിടെയൊക്കെ നല്ല സിമെൻറ്റിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ പറയാൻ പോകുന്ന പൂക്കാട്ടുപടി ഏരിയയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊടി പ്രശ്നമുള്ളവർ, ഡസ്റ്റ് അലർജിയൊക്കെ സിവിയറായിട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ചെറിയൊരു പൊടിയുടെ കാര്യം പറഞ്ഞിട്ട് ആരും ഇത് ഡിസ്ട്രസ് സെയിലിന് ഇടാനും പറ്റില്ലല്ലോ. അതിനുള്ള ആവശ്യമൊന്നുമില്ല കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിത് പൊടി ഒരു ചെറിയ കാര്യമാണ്, കാരണം നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് പ്രസൻ്റ്ലി ഇല്ലാത്ത കൊണ്ടിട്ട്. പക്ഷേ ഈ പൊടിയുടെ ഭാഗമായിട്ട് ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പം ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ, ഇങ്ങനത്തെ ഏരിയയൊക്കെ ആണെങ്കിൽ. പിന്നെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചു. ഏകദേശം പൊടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അവിടുത്തെ. ഇനിയിപ്പോൾ ഞാൻ അകത്തേക്ക് വന്നത് വേറെ ഒന്നല്ല, നമ്മുടെ 2 റോബസ്റ്റാ പഴം ഇരിക്കുന്നുണ്ടായിരുന്നേ. വേറെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. പിള്ളേർക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ നേരത്തെ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പണിയുടെ ഇടയിൽ പകുതി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയി. എന്നിട്ടാണ് നമ്മുടെ മുകളിലത്തെ, അതായത് താഴത്തെ പാത്രങ്ങളെല്ലാം വർക്ക് ഏരിയയിൽ അടക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് മുകളിലത്തെ ഒതുക്കി തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം തന്നെ ഈ റോബസ്റ്റാ പഴം എൻ്റെ കണ്ണിൽ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ കിച്ചണിലിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ റോബസ്റ്റാ പഴത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വേസ്റ്റ് ബിന്നിലായിരിക്കാം, കാരണം കറുത്തു തുടങ്ങിയല്ലോ. പക്ഷെ ഞാൻ കളയില്ല കേട്ടോ. എനിക്ക് ഭക്ഷണം കളയുന്നത് എനിക്കെന്നല്ല, പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ളൊരു ആളാണ് ഞാൻ. അപ്പം എന്തോ ചെയ്യുമെന്ന് പറഞ്ഞത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പം കുഴപ്പമില്ലല്ലോ, നമുക്ക് ചളങ്ങിയാലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ പുറത്തിരുന്ന് നമുക്ക് ചൂടും കൂടിയല്ലേ, പെട്ടെന്ന് തന്നെ കറുത്തങ്ങോട്ട് നശിയും. അപ്പോൾ നമുക്കത് കഴിക്കാനും പറ്റില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ എനിക്കാണെങ്കിൽ തക്കാളിയുടെ കൂടെ റോബസ്റ്റ മിക്സിയിലടിച്ച് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കഴിക്കില്ല. ഇപ്പം കഴിക്കാത്തത് വേറെ ഒന്നല്ല, കോൾഡും കാര്യങ്ങളും ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല, രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കുടിക്കാമല്ലോ, നമ്മളെങ്ങും പോകുന്നില്ലല്ലോ, അതവിടെ ഇരുന്നോളും. പിന്നെ നമ്മുടെ വീട്ടിൽ പുതിയൊരാൾ വന്നിട്ടുണ്ട്.
ഇവളെ നമ്മളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവക്കുട്ടിയാണ്. ക്ലാസ് വിട്ട് വന്നപ്പോഴേ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കരുതി ഇവക്കടെ വല്ല ഫ്രണ്ട്സ് ആണോ, ഞാനപ്പോൾ കരുതി വയ്യാണ്ട്, അപ്പം എനിക്ക് വയ്യാണ്ട് കിടക്കോട്ടെ, ഞാൻ കരുതി അയ്യോ എനിക്ക് വയ്യാണ്ട് കിടക്കുവാണല്ലോ കർത്താവേ, അതെനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ കൂടി പോയത്. വേറെ ആരുമല്ല, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് എന്നെ കട്ടിലിൽ നിന്ന് വലിച്ചു പറിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് എന്നെ കാണിച്ച ആളാണ് കേട്ടോ നമ്മുടെ ചിക്കില്ലേ, കളേർഡ് ചിക്കനെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുവാണെന്ന ആൾ. ഈ കൊച്ചിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, നീ എന്താടി, നീ ഇനിയിപ്പോൾ ഇതിനെ, എനിക്ക് ഒന്നും അറിയത്തില്ല, പക്ഷേ ഇവള് ടേക്ക് കെയർ ചെയ്തെടുത്തോളും പെറ്റ്സിനെയൊക്കെ കേട്ടോ. അങ്ങനെ ഇവള് വാങ്ങിച്ചിട്ട് വന്നതാണ്. സത്യത്തിൽ നിങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ കാണും, അപ്പോൾ കാണുമ്പോൾ എപ്പോഴും പറയും ഡാഡി ഒന്ന് നമുക്ക് കെയർ. അപ്പോൾ സാമിന് ഇഷ്ടമാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ ഒന്നും പെറ്റ്സും കിഡ്സും ഒന്നും ഇപ്പോൾ വാങ്ങണ്ട, കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കാണുന്ന പോലെ നമുക്ക് തിരക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്. പിള്ളേർ സ്കൂളിൽ പോയാൽ എനിക്ക് അതിൽ വല്ല കാര്യങ്ങളിൽ ഞാനും പുറത്തായിരിക്കും. അപ്പം നമ്മളിവരെ ടേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് അവരെ നോക്കാൻ പറ്റില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങാതിരിക്കുക. അതാണ് ഞാൻ ഈ പട്ടിയുടെ കാര്യത്തിൽ പറയണത്. നമുക്ക് എപ്പോഴാണ് ആപ്റ്റായ ടൈം വരുന്നത് അവരെ നോക്കാം, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ അവരെ നോക്കിയെടുക്കും, അവരെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മളവരെ വാങ്ങുക. ഇല്ലാണ്ട് അവരെ നമ്മൾ പരവൃത്തിലാവാൻ നിൽക്കരുത്. മീൻസ് അവരെ നമ്മളൊരു വഴിക്ക് വിട്ട് വെച്ചാൽ അവർക്ക് ഒന്നും സെൽഫായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരെ എത്ര വന്നാലും പപ്പീനെയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ സംഭവത്തിനൊന്നും ഞാനിപ്പോൾ വാങ്ങാത്തത്. പക്ഷേ ചെറിയൊരു പട്ടിയുടെ ഒരു ഇഷ്ടമൊക്കെ വന്ന് തുടങ്ങി. അത് പതിയെ ഞാൻ പറഞ്ഞില്ലേ, പട്ടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തും ട്രിപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പട്ടി ഡേ കെയറിലാക്കണം. പക്ഷേ അതും അഫോർഡബിൾ അല്ല. 1500 ഇവിടെ പെർ ഡേ വരുന്നത്. അപ്പം നമുക്കത് അഫോർഡബിൾ അല്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ അത്തരം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വാങ്ങാം എന്നുള്ളൊരിതിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇപ്പോഴല്ല, പതിയെ. അപ്പം അതുകൊണ്ട് പിന്നെ ഇതിനെ കുഞ്ഞല്ലേ പക്ഷെ എന്നാലും ഇതിനാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവനുണ്ടെങ്കിലും നമുക്ക് മാറാൻ പറ്റില്ല. കാരണം ഇവന് ഫുഡ് ചെയ്യണം, ഫീഡ് ചെയ്യിക്കണം, പിന്നെ വെള്ളം കൊടുക്കണം, അങ്ങനെയൊക്കെ. കണ്ടില്ലേ, TV കാണുമ്പോൾ വരെ ഈ ചേച്ചി അനിയത്തിയും ഇതിനെ നടുക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം. ഇവയ്ക്ക് ജീവനാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. സെറയ്ക്കാണെങ്കിൽ അതിലും ജീവനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതിനെ എന്താ പറയുക, ഒരു ബേബിനെ കൊണ്ടു നടക്കണ പോലെ കൊണ്ടു നടക്കുവാട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വെക്കേഷൻ എന്തായാലും ഒരു വെറൈറ്റി. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ M4Tech വീഡിയോ കൊണ്ടിട്ടാണോ നീ വാങ്ങിച്ചതെന്ന് ഞാൻ ചോദിച്ചു ഇവയോട്. M4Techൽ പുള്ളിക്കാരൻ കുറേ ചിക്സിനെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല മമ്മി, ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോട്ടോ എന്ന് പറഞ്ഞു. അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കാന്താരി ചിക്കട്ടോ. കണ്ടില്ലേ, ഇവരുടെ അടുത്താണ് എപ്പോഴും. ഇവരിപ്പം പ്ലേ ടൈം ഇതാണ് കേട്ടോ ഇപ്പം ചിക്കൻ്റെ. ഈ സമയത്തെയാണ് ഇതിനെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് ഇറക്കുകയുള്ളൂ. കണ്ടില്ലേ, പുറകെ നടക്കും, കാലിക്കൂടിയൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ നടക്കും. അപ്പോൾ ഏകദേശം എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ. അപ്പം ഞാൻ കുറച്ച് നേരം സെറക്കൂട്ടിനോട് ഞാൻ റിമോട്ട് ചോദിച്ചത്, റിക്വസ്റ്റ് ചെയ്തതാണ്. കാരണം TV റിമോട്ടൊക്കെ ഇവരുടെ അധീനതയിലാണ്, സെറയുടെ അധീനതയിലാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, പഠിക്കാനൊക്കെ ഇടയ്ക്ക് കുറച്ച് നേരം ആൽഫബറ്റ്സും അതുപോലെ തന്നെ ലെറ്റേഴ്സൊക്കെ എഴുതാനൊക്കെ ഇരുന്നോളും. അതുകൊണ്ട് നമുക്ക് വഴക്ക് പറയാനൊന്നും പറ്റുമില്ല. പക്ഷേ ഒരുപാട് നേരം TV-യിലിരിക്കും. അത് നമുക്ക് പിടിച്ച് നിർത്താനും പറ്റുന്നില്ല. വേറെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമോ അവർ, പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ, പൊടിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയായപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കുറച്ച് നേരം ഒന്ന് റിമോട്ട് എനിക്ക് താടി, ഞാൻ കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തോ പിള്ളേരുടെ കിഡ്സിൻ്റെ തന്നെയാണ് യൂട്യൂബ് തുറക്കുമ്പോൾ വരുന്നത്. പിന്നെ ഞാൻ കുറച്ചൊരു പഴയ സിനിമ ഇരുന്ന് കാണാമെന്ന് കരുതി. എനിക്ക് 80s സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് പുതിയ സിനിമകളെക്കാട്ടിലും ഇഷ്ടം 80s സിനിമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു മീ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മൾ തമ്മിൽ ഫോർമാലിറ്റീസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ലവ് യു, ടേക്ക് കെയർ, ബൈ, സീ യു, ബൈ.